ഇതുവരെ എഴുന്നേറ്റില്ല. ഓ സേഫ്റ്റി. എന്തുവാ അമ്മ? എന്തുവാന്നാ സമയം എത്രയെന്നറിയാമോ? 9 മണി. നിനക്ക് ക്ലാസ്സിൽ പോകണ്ടായോ? അമ്മ അതിന് ഇന്ന് ക്ലാസ് ഇല്ലല്ലോ. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ടീച്ചേഴ്സിനൊക്കെ ഏതാണ്ട് മീറ്റിംഗ് ഉണ്ട്, അതുകൊണ്ട് ക്ലാസ് ഇല്ലെന്ന്. പിന്നെന്താ? അത് സ്കൂളില് ട്യൂട്ടോറിയൽ ക്ലാസ് ഉണ്ടോ? ട്യൂട്ടോറിയൽ ക്ലാസ് ഉണ്ടെന്ന് അമ്മയ്ക്ക് എങ്ങനെ അറിയാം? എന്താടാ നീ ഒന്നും പറഞ്ഞില്ല, ഞങ്ങൾ അറിയത്തില്ലെന്ന് വിചാരിച്ചോ? എടാ മോനെ, ട്യൂട്ടോറിയൽ രക്ഷകർത്താക്കളുടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഇനി നീയൊക്കെ എന്ത് ചെയ്താലും അപ്പൊ ഞങ്ങൾ അറിയും. ക്ലാസ്സിലും ഗ്രൂപ്പ്, വീട്ടിലും ഗ്രൂപ്പ്. എന്ത് വേടാ ഇരുന്ന് പിറുപിറുക്കുന്നേ? എഴുതി ക്ലാസ്സിൽ പോടാ. അമ്മ ഇന്ന് സുഖസാറിന്റെ ക്ലാസ്സാ. മലയാളമാ. പോണോ? അല്ലല്ല, ഇന്ന് സുസാറിന്റെ ക്ലാസ് അല്ല. ഇന്നലെ രാത്രി വാട്സപ്പിലുണ്ടായിരുന്നു. ഇന്ന് സുസാറിന്റെ ക്ലാസ് അല്ല. എന്തോ മഞ്ജുളൻ അങ്ങനെയല്ല സാറുണ്ടോ? സാറിന്റെ ക്ലാസ് ആണെന്ന് പറയാൻ പറഞ്ഞു. ഓ ബുള്ളറ്റ് മഞ്ജുളൻ സാറോ? എന്നിട്ട് തള്ള നിങ്ങൾ ഇപ്പോഴാണോ പറയുന്നത്? മാറിക്ക്. നീയല്ലേ ഇന്ന് പോകുന്നില്ലെന്ന് പറഞ്ഞ് കയറി കിടന്നേ. എന്നിട്ട് വിളിച്ച ഞാനായ ഒറ്റക്കാരി. അത് ഞാൻ സൂസാറാണെന്ന് കരുതിയല്ലേ പോകണ്ടെന്ന് വെച്ചേ. മഞ്ജുള സാറിന്റെ കാര്യം നിങ്ങൾ പറഞ്ഞതല്ല. എന്താടാ മഞ്ജുള സാർ അത്രയ്ക്ക് ഭയങ്കരനാണ്? ആണോന്നോ? അങ്ങേര് വെറും മഞ്ജുളന്നല്ല, ബുള്ളറ്റ് മഞ്ജുളൻ. അങ്ങനെ ബുള്ളറ്റിന്റെ സൗണ്ട് കേട്ടാൽ തന്നെ ട്യൂട്ടോറിയൽ കിടുകിടാന്ന് പറഞ്ഞു. എടാ അങ്ങനാണെങ്കിൽ സാധാരണ ഇങ്ങനെയുള്ള സാറന്മാരുടെ ക്ലാസ്സിലല്ലേ പോവാതിരിക്കേണ്ടത്? അത് ഇവിടെ നടക്കത്തില്ല. ചോദ്യം ചോദിച്ചിട്ട് പറഞ്ഞില്ല ചിലപ്പോൾ അങ്ങേര് സഹിക്കും. പക്ഷെ ഒരു ദിവസം ക്ലാസ് വരായിരുന്ന പിന്നെ ഈ കൊല്ലം മൊത്തം അങ്ങനെ സ്കെച്ച് ആയിരിക്കും. അത് പോയിട്ട് വരാം. എടാ ഇന്ത്യ പല്ലെങ്കിലും തേച്ചിട്ട് പോടാ. സമയമില്ലമ്മേ. ഇതുപോലെ 5-6 സാറും കൂടി ഉണ്ടായിരുന്നു. ഉമ്മാരൊക്കെ എന്നേ നന്നായി. ഭാഗ്യം സാറ് വന്നില്ല. എല്ലാ തെണ്ടികളും കയറി സ്ഥലം പിടിച്ചല്ലോ. ഫ്രണ്ട് ബെഞ്ച് മാത്രം ഒഴിച്ചിട്ടേക്കുന്നു. നല്ലവന്മാര്. എവിടെ പോവാ? വണ്ടർലയില്. വണ്ടർലേ നിനക്ക് അകത്തിരിക്കാനില്ലയോ? സമ്മതിക്കത്തില്ലോ. എടാ എക്സ്ക്യൂസ് മീ, സൈഡ് പ്ലീസ്. എടാ ചേച്ചി സൈഡ് കൊടുത്താടാ. യു കെ ആരിയോൺ വിടത്തില്ല. എടാ പൊട്ടന്മാരെ, ഇങ്ങനെ ആരെങ്കിലും ഒക്കെ കേറി ഇരിക്കും. നീയൊക്കെ അപ്പോഴും അവിടെ വലിച്ചോണ്ടിരിക്കത്തേ ഉള്ളു. അല്ല ഇവനപ്പൊ കേറി, നീയല്ലേ കയറ്റി വിട്ടെ. അപ്പൊ ഇന്നും അറ്റത്തായി. എടാ വാടാ, ഒരാൾക്കൂടെ സ്ഥലമുണ്ട്. സാരമില്ലടാ, ഇന്ന് ചോദ്യം ചോദിക്കത്തില്ലെന്ന് പ്രതീക്ഷിക്കാം. ചോദ്യം ചോദിക്കുന്നുണ്ടല്ല, ഇങ്ങനെ ചോദ്യം ചോദിക്കുവാ നീ അറ്റത്തിരിക്കുന്നവരോട് മാത്രമേ ചോദിക്കത്തുള്ളൂ. എന്തൊരു സ്വഭാവം ഇത്! കൈ 3 ആഴ്ചയായിട്ട് ഞാൻ അറ്റത്താ. തല്ലുകൊണ്ട് കൈ പഴുത്ത്. അതെന്താണെന്നറിയാമോ? സാറ് സ്കൂളിൽ പഠിച്ച സമയത്ത് സാറിനെ പഠിപ്പിച്ച സാറന്മാര് സാറിനെ പിടിച്ച് അറ്റത്തിരുത്തി എന്നും ചോദിച്ചു. അതിന്റെ ദേഷ്യം ഇപ്പൊ സാറ് കാണിക്കുന്നത്. അത് നിനക്കങ്ങനെ അറിയാം? ഊഹിച്ചൂടായോ? ഈ ബുള്ളറ്റിന്റെ സൗണ്ട് ദോ വരുന്നു. ഗുഡ് മോർണിംഗ്. എടാ സുഖു സാറ്, ഇപ്പൊ മഞ്ജുള സാർ എവിടെ? നിനക്ക് മഞ്ജുള സാറ് വരാത്തതിലാണോ വിഷമം? സാറേ, ഇന്ന് ക്ലാസ് കുറച്ച് കുട്ടികളുണ്ടല്ലോ, സാറിന്റെ പരാതി അങ്ങ് തീർന്നേ. ഉണ്ട് സാറേ, ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും പേര് ഒരുമിച്ച് കാണുന്നത്. ഇതെങ്ങനെ സാറേ? അതൊന്നുമില്ല, ഇന്ന് സാറിന്റെ ക്ലാസ് അല്ല മഞ്ജുള സാറിന്റെ ക്ലാസ് ആണെന്ന് ഗ്രൂപ്പിലങ്ങിട്ട് എല്ലാം എണ്ണം പേടിച്ചു വന്നിരിക്കുക. അതെന്തായാലും കലക്കി. നിങ്ങൾ പേടിക്കണ്ട, ഇന്ന് മഞ്ജുള സാർ 10ാം ക്ലാസ്സിനാ. നിങ്ങൾക്ക് ഇന്ന് മൊത്തം സുഖു സാറായിരിക്കും. സാറ് ക്ലാസ് എടുത്താട്ടെ. ഓ അപ്പൊ വലിപ്പിച്ചതാ. ഓ ഇന്നത്തെ ദിവസം മൊത്തം ഉറക്കം തൂങ്ങണമല്ലോ. ഉറക്കം തൂങ്ങിയാലെന്താ, പേടിച്ചിരിക്കണ്ടല്ലോ. അത് ശരിയാ. അടുത്ത ക്ലാസ്സിൽ 6 മണിക്ക് വന്നിരിക്കാം.